Minus 25 seconds. VSVP open. Minus 20 seconds. Minus 15 seconds. RCT Pyro. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. S139 motor and both strap-ons ignite. Here's the pillar of Lift fire off normal. meets the P1 tracking. canvas of P2 blue. tracking. PSLV P2 tracking. C62 P2 flying tracking. the umbilical P4 tower, a tracking. majestic lift-off. യെസ്, ആദ്യ കമന്ററി വന്നിരിക്കുന്നു. മജസ്റ്റിക് ലിഫ്റ്റ് ഓഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. PSLV C62 നമുക്ക് മുന്നിൽ കാണാം. ഇതാ കുതിച്ചുയരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഇന്ത്യയുടെ EOS N1 അഥവാ അന്വേഷ എന്ന ഭൗമ നിരീക്ഷണ ഉപഗ്രഹവുമായി കുതിച്ചുയരുന്ന PSLV C62നെ നമ്മൾ തത്സമയം കാണുകയാണ്. ഒപ്പം തന്നെ ആ ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ ആ ഗ്യാലറിയിൽ ഇരുന്നുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഇതിനെ തത്സമയം വീക്ഷിക്കുന്നുമുണ്ട്. ഒപ്പം നമ്മൾ ഉൾപ്പെടെയുള്ള സ്ക്രീനിലൂടെ ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ വിക്ഷേപണം കാണുകയാണ്. ഇന്ത്യ വീണ്ടും അതിന് റോക്കറ്റ് ടെക്നോളജി എത്രമാത്രം കൃത്യമാണ് എന്ന് തെളിയിക്കുന്നതാണ്. ആദ്യഘട്ടം മജസ്റ്റിക് ലിഫ്റ്റ് ഓഫ് ആണ്. കുതിച്ചുയരുകയാണ് ഒരു ഭൗമനിരീക്ഷണ ഉപഗ്രഹവുമായി. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് മാത്രമല്ല, ഏതാണ്ട് 400 കിലോഗ്രാം ആണ് ഈ അന്വേഷ എന്ന ഭൗമനിരീക്ഷണ ഉപഗ്രഹത്തിന്റെ ഭാരമെങ്കിൽ അത് കൂടാതെ ഏതാണ്ട് 15ഓളം ചെറു ഉപഗ്രഹങ്ങളും പേലോഡുകളും വഹിച്ചുകൊണ്ടാണ് PSLVയുടെ ഈ കുതിപ്പ് എന്നുകൂടി ഓർക്കുക. അതായത് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാനും അത് ഭ്രമണപഥത്തിലേക്ക് എത്തിക്കാനും ഇന്ത്യക്ക് കഴിയുന്നു എന്നതാണ് ഇന്ത്യയുടെ റോക്കറ്റ് ടെക്നോളജിയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ എല്ലാ വിദേശ രാജ്യങ്ങൾ പോലും ഇന്ത്യയെ അതിനായി ആശ്രയിക്കുന്നു എന്നത് അഭിമാനം ഇരട്ടിയാക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ മാസം ഡിസംബർ 24-ാം തീയതിയാണ് ഏറ്റവും ഒടുവിൽ മറ്റൊരു ദൗത്യം ഇന്ത്യ ISRO നടത്തിയത്. അന്ന് LVM-3 എന്ന റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം നടത്തിയത്. അതിനായി ഏതാണ്ട് 6 ടൺ ഭാരമുള്ള അമേരിക്കയുടെ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 എന്ന് പറയുന്ന ഉപഗ്രഹമാണ് ഉണ്ടായത്. അതിനെ വഹിച്ചുകൊണ്ടാണ് അന്ന് LVM-3 കുതിച്ചതെങ്കിൽ ഇതാ ഇപ്പോൾ നമുക്ക് മുന്നിൽ കാണുന്നത് PSLVയുടെ കുതിപ്പാണ്. 6 വിദേശ രാജ്യങ്ങൾ, സ്പെയിൻ, UK, ബ്രസീൽ, ഫ്രാൻസ്, തായ്ലൻഡ്, നേപ്പാൾ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ ചെറു ഉപഗ്രഹങ്ങളും പേലോഡുകളെയും വഹിച്ചുകൊണ്ടാണ് ഈ കുതിപ്പ് എന്നുകൂടി ഓർക്കുക. അതായത് EOS N1 എന്ന് പറയുന്ന ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം കൂടാതെ 15 ചെറു ഉപഗ്രഹങ്ങളും പേലോഡുകളും വഹിച്ചുകൊണ്ടാണ് PSLVയുടെ ഈ കുതിപ്പെന്ന് ഓർക്കുക.